നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജിവെച്ച കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുകഴ്ത്തി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ അക്കാഡമിക് പരിപാടികൾ വിപുലീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണ ലഭിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് നിർണായകമായ സംഭാവനകൾക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നതെന്നും ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകളെന്നുമാണ് ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി സർവകലാശാല ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നത്. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തായത് വേദനയോടെ അതിൽ ഒരു പ്രതികരണം ഇപ്പോൾ കേന്ദ്ര സർവകലാശാല നടത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രതീഷ്, കേൾക്കാമോ? രതീഷ് വാസുദേവൻ, ഈ ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കിയതിന് പിന്നാലെ അതിൻ്റെ സങ്കടം അടക്കി പിടിച്ചൊരു പ്രതികരണം ഇപ്പോൾ സർവകലാശാല നടത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, തീർച്ചയായും വളരെ രസകരമാണ്, വളരെ തമാശയാണ്. കാരണം ഒരു കേരള സർവകലാശാല ആണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിനൊടുവിൽ രാജിവെച്ചതിൻ്റെ പുറന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ നൽകിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് വലിയ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ പുഴ്ത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഔദ്യോഗികമായി അവരുടെ സർവകലാശാലയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വെബ്സൈറ്റിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ദീർഘമായ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള സാഹചര്യം രാജ്യത്ത് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാജിവെച്ച ഒരു കേന്ദ്രമന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ, വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ ഈ സൈറ്റുകൾക്ക് താഴെയുള്ള പ്രതികരണങ്ങളായി വരുന്നുണ്ട്. ഈ പഴയ കാലത്തെ ചില നീക്കങ്ങൾ, അദ്ദേഹമാണ് ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിച്ചു. അതിൻ്റെ നേട്ടം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെയാണ്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഒരു മാതൃകയായി അത്തരത്തിലൊക്കെയുള്ള പ്രകീർത്തനങ്ങളാണ് ഈ കുറിപ്പുകളിൽ, സർവകലാശാലയുടെ കുറിപ്പുകളിൽ ഉള്ളത്. വലിയ പ്രതിഷേധവും പരിഹാസവുമാണ് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകളിൽ വന്നിട്ടുണ്ട്. എന്നാലും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രതിഷേധം ഔദ്യോഗികമായി തന്നെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് നീക്കം ചെയ്തതിനുൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്കും പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സർവകലാശാല ഇത്തരത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജിവെച്ച ഒരു മന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് എന്തിനാണ് ഔദ്യോഗികമായി ഇത്തരത്തിലൊരു കുറിപ്പിടുന്നതെന്നാണ് ചോദ്യം. ഇത്തരത്തിൽ പല സാഹചര്യത്തിൽ രാജിവെച്ച മന്ത്രിമാരുണ്ട്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ വലിയ സങ്കടത്തോടെ ഇട്ട ഈ പോസ്റ്റിലാണ് ഇപ്പോൾ പരിഹാസ മഴ കമൻറ്റുകളിൽ വരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. SFI ഉൾപ്പെടെ നേരിട്ട് VCയെ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പരിഹാസ കമൻറ്റുകളാണ് ഇതിൻ്റെ താഴെ സർവകലാശാലയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് താഴെ വരുന്നത് എന്നതാണ് ഏറെ രസകരം. ഹർഷൻ.